വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം 23 വീഡിയോകളിലായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഫോളോ ചെയ്യാവുന്നതാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിത ചൈതന്യം, യേശുവിനോടുള്ള സ്നേഹം, ദാരിദ്ര്യം, ലളിത ജീവിതം ഇവയെല്ലാം നമുക്ക് അനുകരിക്കാനും ആ വിശുദ്ധനോട് നമുക്ക് മധ്യസ്ഥം പ്രാപിക്കുവാനും ശ്രമിക്കാം. കാലിത്തൊഴുത്തിലൊരു കൊച്ചു മിശിഹ 1182 സെപ്റ്റംബർ 26 അസീസി പട്ടണത്തിലെ ഏറ്റവും വലിയ ജൗളി വ്യാപാരിയായ പീറ്റർ ബെർണാഡിൻ്റെ ഭാര്യയ്ക്ക് പ്രസവവേദന കലശലായി. പിക്ക എന്നായിരുന്നു അവളുടെ പേര്. പ്രസവവേദന സഹിക്കവയ്യാതെ അവൾ നിലവിളിക്കാൻ തുടങ്ങി. തത്സമയം അവിടെ ഒരു തീർത്ഥാടക എത്തിച്ചേർന്നു. അവർ തോഴിമാരോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ത്രീയെ ഒരു കാലിത്തൊഴുത്തിലേക്ക് മാറ്റിക്കിടത്തു. അവിടെ കിടന്നാൽ പ്രസവവേദന കൂടാതെ അവൾ പ്രസവിക്കും. അസാധാരണത്വമുള്ള വാക്കുകൾ കേട്ട തോഴിമാർ പിക്കയെ കാലിത്തൊഴുത്തിലേക്ക് മാറ്റി. അത്ഭുതം! തൽക്ഷണം കഠിനവേദനയ്ക്ക് ശമനമായി. അവിടെ വെച്ച് പിക്ക തേജസ്വിയായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഫ്രാൻസിൽ വ്യാപാരം നടത്തിയായിരുന്ന പീറ്റർ ബെർണാഡ് തനിക്കൊരു കുഞ്ഞു പിറന്നു എന്ന് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വ്യാപാരത്തിൽ സഹായിക്കാൻ തനിക്കൊരു ആൺകുട്ടി പിറന്നിരിക്കുന്നു. കുഞ്ഞിനെ കാണാനായി ഉടൻ തന്നെ അദ്ദേഹം യാത്ര തിരിച്ചു. വീട്ടിലെത്തിയ പീറ്റർ ബെർണാഡിനെ പിക്ക കണ്ടെത്തിയ ജോൺ ബാപ്റ്റിസ്റ്റ് എന്ന പേര് ഇഷ്ടമായില്ല. കാട്ടുതേനും വെട്ടുക്കിളികളുടെ മാംസവും ഭക്ഷിച്ച് മരുഭൂമിയിൽ അലഞ്ഞു നടന്ന സ്നാപയോഹന്നാൻ്റെ പേര് തൻ്റെ മകനിട്ടതിനെ പഴഞ്ചൻ രീതിയാണെന്ന് അയാൾ കണക്കാക്കി. യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ പേരും യോഹന്നാൻ എന്നായിരുന്നില്ലേ എന്ന് ആ പേരാണ് മകനിട്ടിരിക്കുന്നതെന്ന് കരുതിയാൽ പോരെ? പിക്ക ഇങ്ങനെ പറഞ്ഞു നോക്കി. പിക്കയുടെ വാക്കുകളൊന്നും അംഗീകരിക്കുവാൻ പീറ്റർ ബെർണാഡ് തയ്യാറായില്ല. ഫ്രാൻസുമായുള്ള തൻ്റെ വ്യാപാര ബന്ധങ്ങളുടെ ഓർമ്മകൾ ഉയർത്തുന്ന ഒരു പേര് അദ്ദേഹം കണ്ടുപിടിച്ചു: ഫ്രാൻസിസ്. സ്വാധിയായ വീട്ടമ്മയ്ക്ക് ജോൺ എന്ന പേരായിരുന്നു കൂടുതൽ താല്പര്യം. എങ്കിലും ഒരു കാര്യത്തിൽ അവർ സമാധാനിച്ചു: തൻ്റെ മാതൃരാജ്യത്തിൻ്റെ പേരാണല്ലോ മകനിട്ടിരിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി കാലിത്തൊഴുത്തിൽ പിറന്ന യേശുവിനെ അനുകരിച്ച് അങ്ങും ഒരു കാലിത്തൊഴുത്തിൽ പിറന്നു. ലളിതമായൊരു ജീവിതശൈലി സ്വീകരിക്കുവാൻ, പാവപ്പെട്ടവരുടെ ആഭിമുഖ്യം പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങളും അസ്വസ്ഥതകളും ദുഃഖങ്ങളും അങ്ങേറ്റെടുത്ത് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.